ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിദാമോക്കടെ ഒരു സ്പോഞ്ച് കേക്കുമായിട്ടാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്നമർത്തുക. അടിപൊളി സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കേക്ക് ഫ്ലോർ വേണം. കേക്ക് ഫ്ലോറിൻ്റെ ഒന്നും ഐഡിയ ഇല്ല കേട്ടോ. നമുക്കത് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റും. വീട്ടിലെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു 250 ml മെഷർമെൻറ്റുള്ള കപ്പിൽ നിറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്ത് മാറ്റണം. നമുക്കിത് അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 4 മുട്ടയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ കേക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ കേക്കിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ വാനില എസൻസോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ കേക്കിലേക്ക് വേണ്ട നമുക്കൊരു 1/3 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ ഒരിക്കലും മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. ഞങ്ങളിതിങ്ങനൊരു നാരങ്ങ പിഴിയണ ഒരു ഇതിലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കേക്ക് ഫ്ലോർ ആണ്. അത് നമ്മൾ അരിച്ചത് ഫുള്ളിലേക്ക് എടുക്കുന്നില്ല കേട്ടോ. ഒരു 1/2 കപ്പും പിന്നെ 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കേക്കിനെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കയ്യിൽ ബീറ്റ് ചെയ്ത് കേട്ടോ. വിസ്കോ ഇങ്ങനെ ഫോർക്കോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച് ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. ഒന്നുകൂടി ബീറ്റ് ചെയ്യണം കേട്ടോ. ഒരു ക്രീമി ഫോമിൽ നമുക്ക് കിട്ടും ഇത്. നമുക്ക് ഇതിലേക്ക് നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന കേക്ക് ഫ്ലോർ ഇതിലേക്ക് കുറച്ചിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുള്ള് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല സ്റ്റിഫായിട്ട് കിട്ടണം കേട്ടോ. ഇനി നമുക്കിത് അടിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു 1/3 കപ്പ് പഞ്ചസാര നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടയുടെ വെള്ളം അടിച്ചെടുത്തിട്ട് നമുക്കത് ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ അടിച്ച് ഇരിപ്പുണ്ട് കേട്ടോ. ഇത്ര ഇതായിട്ട് ആവണം, എന്നാലാണ് നമുക്ക് നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടുള്ളൂ. ഇത്രയും
സ്റ്റിഫ് ആയാലേ നമുക്ക് നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഈ കേക്ക് ബീറ്ററിനില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം മുട്ടയുടെ വെള്ളയൊക്കെ അത്രയും നന്നായിട്ട് സ്റ്റിഫായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബീറ്റർ തന്നെ വേണം. നമുക്ക് ഫുള്ള് ഇലക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓവർ മിക്സ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അത് ഫുള്ള് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഗ്രീസ് ചെയ്ത ടിന്നിലേക്ക് ഇത് നമ്മൾ ഫുള്ള് ഇതിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പൂണിൻ്റെ ബാക്ക് വശമോ അല്ലെങ്കിൽ ഫോർക്കിൻ്റെ ബാക്ക് വശമൊക്കെ ഇങ്ങനെ വെച്ചൊന്ന് ഓവർ മിക്സ് ചെയ്യണ്ട കേട്ടോ. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു പാത്രം അടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു പാത്രം വെച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ കേക്കിനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഓവർ വെള്ളം. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇതിപ്പോൾ ഞങ്ങൾ ഇതിനധികം പൊക്കില്ലാത്ത പാത്രമായതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റുള്ള ഒരു കല്ല് വെച്ചിട്ടുണ്ട്. പൊക്കില്ലാത്ത പാത്രമാണ് തന്നെ വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ മൂടി പൊങ്ങാൻ തുടങ്ങും. ഇതിപ്പോൾ ഒരു മണിക്കൂറെങ്കിലും ഇതിൽ കുക്ക് ചെയ്യണം കേട്ടോ. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ മൂടി പൊക്കി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാം. അപ്പോൾ നമ്മുടെ കേക്ക് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് ഇപ്പോൾ ചൂടാറി പുറത്തെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ല സ്പോഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിതാമോക്കടെ സ്പോഞ്ച് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഇൻഷാ അല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.